ലൂക്കാ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം ഇപ്രകാരമാണ്: അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിന് സന്തോഷമുണ്ട് എന്ന് വചനം കുറിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നിന്റെ ജീവിതം സ്വർഗത്തിന് സന്തോഷം നൽകുന്ന വകയാണോ? നിന്റെ ജീവിതം സ്വർഗത്തിന് ഹാപ്പിനെസ് കൊടുക്കുന്നതാണോ? അതിന് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. അനുതാപം ജീവിതത്തിൽ വന്നാൽ മതി. എന്താണ് അനുതാപം? ഞാൻ ക്രിസ്തുവിൻ്റെതാണ് എന്നുള്ള ഓർമ്മ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. മറ്റു പലതിൻ്റെയും ഒക്കെ ഭാഗമായി ഒട്ടി പോകുമ്പോൾ ക്രിസ്തു ബന്ധം ജീവിതത്തിൽ ചോർന്നു പോകുന്നുണ്ടാകാം, അകന്നു പോകുന്നുണ്ടാവാം, ഒറ്റപ്പെട്ടു പോകുന്നുണ്ടാകാം. പല ബന്ധങ്ങളിൽ നിന്ന് അറ്റുപോകുമ്പോൾ, ക്രിസ്തു സ്നേഹം ജീവിതത്തിൽ നിന്ന് ചോർന്നു പോകുമ്പോൾ നീ വല്ലാതങ്ങ് ദൂർത്തനായി പോകുന്നു എന്നുള്ളതാണ്. ക്രിസ്തു സ്നേഹത്തിലേക്ക് തിരികെ വരാനുള്ള ആഗ്രഹം മനസ്സിൽ ബാക്കിയിരിക്കുന്നതിൻ്റെ പേരാണ് അനുതാപം. കർത്താവേ, എനിക്ക് ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നുണ്ട്, നിൻ്റെ സ്നേഹത്തിലേക്ക് എനിക്ക് തിരികെ വരണം. കർത്താവെ, എന്നെ ചേർത്ത് പിടിക്കണമേ. അനുതാപം ആരംഭിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഒരു കുമ്പസാരക്കൂടിന് എത്തുന്നതിന് മുമ്പ് തന്നെ അനുതാപം ജീവിതത്തിൽ ആരംഭിക്കണം. ഈ ഒരു മനസ്സിൻ്റെ അകത്തെ നോവിൻ്റെ പേരാണ് അനുതാപം. ഒരു ദിവസം ഇന്ന് ആരംഭിക്കുകയാണ്. ഈ ദിവസം മുതൽ, ഈ മണിക്കൂർ മുതൽ വൈകുന്നേരം വരെ നമ്മൾ പലയിടങ്ങളിൽ പോകുന്നുണ്ട്, പല സാഹചര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്, പല വ്യക്തികളെ കാണുന്നുണ്ട്. ഇന്ന് വൈകിട്ട് തിരിച്ച് കിടക്കയിലേക്ക് പോകുമ്പം ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കണം. കണ്ണുകൾ അടച്ച് വിശുദ്ധ വചനഭാഗം എടുക്കണം. ലൂക്കാ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം എടുത്ത് ഒരു തവണ വായിക്കണം. എന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അനുതാപത്തിൻ്റെ ഒരു ഭാവം എന്നിൽ വർദ്ധിപ്പിക്കണമേ. ഞാൻ ഇന്ന് ഇടപെട്ട സ്ഥലങ്ങളും സാഹചര്യങ്ങളും എല്ലാം ഒന്ന് ഓർത്തെടുക്കണം, റിവൈൻഡ് ചെയ്യണം, ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കടത്തിവിടണം. എന്നിട്ട് കർത്താവേ, കൃപകളെ ചോർത്തിക്കളഞ്ഞ നിമിഷങ്ങൾ എവിടെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ? എൻ്റെ വാക്കുകൾ കൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട്, എൻ്റെ ചിന്ത കൊണ്ട്, എൻ്റെ ഭാവന കൊണ്ട്, എൻ്റെ ആലോചന കൊണ്ട്, എൻ്റെ യാത്ര കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ കർത്താവെ കൃപ ചോർത്തി കളഞ്ഞിട്ടുണ്ടോ? എങ്കിൽ മാപ്പ് ചോദിച്ചു കഴിയുമ്പോൾ സ്നേഹമുള്ള ആ രാത്രി, ആ സമയം നിൻ്റെ അടുക്കിലേക്ക് അനുതാപത്തിൻ്റെ മാലാഖ കടന്നു വന്ന് നിന്നെ തലോടിപ്പോകും. ഇതിനെയാണ് അനുതാപം. സ്വർഗം എത്രമാത്രം ഈ മണിക്കൂറിൽ സന്തോഷിക്കുന്നുണ്ടെന്ന് നിനക്ക് വർണ്ണിക്കാനാവില്ല. അത്രമാത്രം ഹാപ്പിനെസ് സ്വർഗത്തിൽ നിൻ്റെ പേരിൽ ഉണ്ടാകും. നിൻ്റെ പേര് സ്വർഗത്തിൽ സന്തോഷത്തിന് വക നൽകുന്ന വിഷയമായി മാറുന്നു എന്ന് അർത്ഥം. ആമേൻ.